ഒരാൾക്ക് തെറ്റിയതെന്ന് തോന്നുന്നു പപ്പേട്ട. എന്തൊക്കെയോ നടക്കണം നമുക്ക് ചുറ്റും, നമ്മൾ അറിയാതെ. ആരാ നമുക്കിടയില്? ആരാ വരാൻ? ഒക്കെ ലാഭത്തില് നിൽക്കും അച്ഛന്റെ കണക്കുകള്. അറിയാലോ അച്ഛന്റെ സ്വഭാവം. എന്തോ ഒന്ന് പറയാൻ ബാക്കിയുണ്ടല്ലോ നിനക്ക് എന്നോട് ഇപ്പോഴും. എനിക്കെന്താ പറയാൻ ബാക്കി? പണ്ടെന്നും പറഞ്ഞു തന്നെയുള്ളൂ. പക്ഷേ ആരൊക്കെയോ എന്തൊക്കെയോ. ശശിയേട്ടനിങ്ങനെ ഞാൻ ഒരിക്കലും കരുതിയില്ല. ശശികുട്ടനോ? അച്ഛനോട് ആവശ്യപ്പെട്ടത് ശശിയേട്ടനത്രേ. അപ്പൊ അതെല്ലാള് പറഞ്ഞതൊക്കെ അച്ഛനൊക്കെ ഉറപ്പിക്കുമെന്ന് എന്റെ പേടി. എന്റെ ശശികുട്ടന് അങ്ങനെ ഒരു ആഗ്രഹോ? ഓ, എന്തൊക്കെയാണ് എന്റെ ഈശ്വരന്മാരെ. സത്യാവല്ലേ? ഒരിക്കലും സത്യാവല്ലേ? എനിക്ക് പേടിയാവണം പപ്പേട്ട. എന്താ നമ്മൾ ചെയ്യണ്ടേ? പപ്പേട്ടന് പറഞ്ഞൂടെ ശശിയേട്ടനോട് അരുതെന്ന്? പറഞ്ഞൂടെ പപ്പേട്ട? പറയാം, ലോകത്ത് ആരോട് വേണമെങ്കിലും പറയാം, സർവ്വ ഈശ്വരന്മാരോടും പറയാം. പക്ഷേ എന്റെ ശശികുട്ടൻ ആശിച്ചു പോയെങ്കില് ഞാൻ എന്താ ചെയ്യാ? എന്നാ എപ്പോഴാന്നൊന്നും അറിയില്ല, മനസ്സിലിങ്ങനെ തോന്നി തുടങ്ങിയിട്ട് കാലം കുറയായി. ഏട്ടനോടും അമ്മയോടും പറയാഞ്ഞത് ഒരു ജോലിയും കൂലിയില്ലാതെ ഭാസ്കര മാമ തരില്ലെന്ന് അറിയാനോട് തന്നെയാ. നേരാ, ഭാസ്കര മാമ അത് മാത്രമേ നോക്കൂ. ജീവിതത്തില് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിത്തീരണമെന്ന് വിചാരിച്ചതും അവളെ കൂടെ ആശിച്ചിട്ടാ. ഒരുപാട് ആശിച്ചുപോയി അല്ലേ ശശികുട്ട? എന്തേ? ഏയ് ഒന്നുമില്ല, മനസ്സല്ലേ. ആശിച്ചാ പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ വല്ലാതെ വേദനിക്കും, വല്ലാതെ. പ്രത്യേകിച്ച് ഒരുപാട് ആശിച്ചൊരു പെണ്ണിനെയൊക്കെ കിട്ടാതെ പോവാന്ന് പറഞ്ഞ എങ്ങനെ സഹിക്കുക? അതുകൊണ്ടാ ഭാസ്കര മാമയോട് ഞാൻ തന്നെ. നന്നായി, അവളാച്ച പാവ, നല്ലൊരു നിലയ്ക്ക് എത്തേണ്ടവള് തന്നെ. ഇത് തന്നെയാ നന്നായത്. നിന്റെ കൂടാവുമ്പോ പിന്നെ ഇന്ന് ഈശ്വരൻ സഹായിച്ചിട്ട് ഒരു രാജകുമാരിയെ പോലെ കൊണ്ടു കിടക്കാൻ പറ്റും. അത് തന്നെയല്ലേ വേണ്ടത്? എനിക്ക് പേടിയുണ്ടായിരുന്നു ഏട്ടന് ചിലപ്പോ ഇഷ്ടാവൂലെന്ന്. നിന്റെ ഇഷ്ടത്തിനപ്പുറത്ത് ഏട്ടനൊരു ഇഷ്ടം ചെറുപ്പം തൊട്ട്. ഇങ്ങനൊരു ബന്ധം നമ്മുടെ അച്ഛനും ഇഷ്ടാവില്ല ഏട്ടാ. രാധിക ഈ വീട്ടിലേക്ക് വരണമെന്ന് അച്ഛൻ ഒരുപാട് ആശിച്ചിരുന്നു എന്നല്ലേ അമ്മ പറയാറ്. ഇഷ്ടാവും, അച്ഛനും ഇഷ്ടാവും. പിന്നെ ഒന്നും അധികം അങ്ങോട്ട് നീട്ടിക്കൊണ്ടു പോണ്ട. അപ്പോ ഏട്ടന്റെ കല്യാണക്കാര്യം അത് നോക്കണുണ്ട്, ഒത്തുവരണ്ടേ. നീ പോയി കിടന്നോളൂ. പപ്പേട്ട നോക്കിയിരുന്നു, വന്നില്ല പപ്പേട്ടൻ. ഇനി ഞാനവിടെ. നീ അങ്ങനെ ചിന്തിക്കാനും പാടില്ല. ശശിയേട്ടനോട് പറഞ്ഞില്ലേ, നമ്മൾ മനസ്സുകൊണ്ട് ഒരുപാട്. കുടുംബത്തിന് തീരെഴുതി പോയതാ എന്റെ ജീവിതം. കുട്ടിക്കാലത്തൊരു മിഠായിക്കോ
കളിപ്പാട്ടത്തിനോ ശശിക്കുട്ടൻ വാശി പിടിച്ച കൊടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ടിപ്പോ ഇത്രയും പോറ്റി വളർത്തിയിട്ട് അവന്റെ ഒരു ആശയുടെ വഴിയിൽ വിലങ്ങതടിയായി നിൽക്കുന്ന ഏട്ടനാവണിലും നല്ലത് മരിക്കണതെനിക്ക്. അപ്പൊ ഞാൻ ഈ വേദന അതെന്നും ആദ്യം കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന വേദന. സുഖവും സൗകര്യങ്ങളും നല്ല വീടും കാറും വർണ്ണക്കുപ്പായങ്ങളും ഒന്നും ഉണ്ടാവില്ല പത്മനാഭന്റെ ജീവിതത്തിൽ. ഇഷ്ടത്തിന്റെ ആവേശങ്ങൾ കെട്ടടങ്ങുമ്പോൾ തെറ്റായിരുന്നു എന്ന് തോന്നും തീരുമാനങ്ങളൊക്കെ. കാലം കുറെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നിനക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരായിരുന്നു എന്ന് മനസ്സിലാകും. ഞാനും എൻ്റെ സ്നേഹവും മറന്നേ പറ്റൂ. ഒരിക്കലും ഓർക്കാൻ പാടില്ലാത്ത പോലെ മറന്നേ പറ്റൂ. പപ്പേട്ടൻ എന്നും പപ്പേട്ടന്റെ മനസ്സിലാ ജീവിച്ചത്. അറിഞ്ഞില്ല, എന്റെ മനസ്സൊട്ടും അറിഞ്ഞില്ല. അതാ ശരി. എന്റെ അല്ല, എന്റെ കുറ്റം കാണുക. വെറുക്കാൻ പറ്റും, വെറുത്താ മതി, പിന്നെ മറക്കാൻ എളുപ്പമാ. പറഞ്ഞു പറഞ്ഞ് എന്നെ കുറ്റക്കാരിയാക്കുക പപ്പേട്ടൻ. ഒരിക്കലുമല്ല, വിധിയാന്ന് മനസ്സിലാക്കും. നിന്നു കൊടുക്കുക. ഇതൊന്ന് തീർന്നു വിടുന്ന് പോകുവോളം ഇങ്ങനെ നിന്നു കൊടുക്കുക. പപ്പേട്ടന് ജീവിതം അതാ പഠിപ്പിച്ചത്. ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെ തീരുമാനിച്ചതും. ഒരു പപ്പേട്ടൻ ഉണ്ടാവാൻ പാടില്ല നിന്റെ മനസ്സിൽ. പറഞ്ഞേക്കുക. പപ്പ, ഉറക്കം വരണില്ലേ നിനക്ക്? ഞാന് കിടന്നിട്ട് അമ്മ ഉറങ്ങിയില്ലേ? നിന്റെ അമ്മയാ ഞാൻ. ആർക്ക് മനസ്സിലായില്ലേലും പെറ്റതല്ലേ അറിയാതെ പോവില്ല മക്കളുടെ മനസ്സ്. നീ പറയാറില്ലേ അച്ഛനോട് മറുപടി പറയേണ്ടി വരുന്ന? നിന്റെ കാര്യത്തില് അത് ഞാൻ പറയേണ്ടി വരും. ഏത് തീയാ നിന്റെ ഉള്ളില്? എനിക്കതറിയണം. ഇവിടെ ഒരു കല്യാണവും വേണ്ട, ആഘോഷവും വേണ്ട. എന്റെ മോന്റെ ഉള്ളൊരുക്കിയിട്ട്. അമ്മ ഇതെന്തൊക്കെയാ പറയണേ? കുട്ടിക്കാലത്ത് ആര് കാണിക്കണ വികൃതിക്കും നിനക്കായിരുന്നു എന്റെ കൈകൊണ്ട്. ഇത്രയും വളർന്നിട്ടും അമ്മയ്ക്ക് അങ്ങനെ പറ്റിയ അച്ഛനല്ല, ഈശ്വരന്റെ അമ്മയോട് പൊറുക്കില്ല മോനെ. ശശിയുടെയും രാധികയുടെയും കല്യാണം നടക്കാൻ പാടില്ലാത്തതാണോ? നിങ്ങൾ തമ്മില് എന്തേലും തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടായിരുന്നോ? അമ്മേ, ഇതെന്താ ഇങ്ങനെയൊക്കെ? ശശികുട്ടൻ കെട്ടാൻ പോണ പെണ്ണാവള്. കെട്ടാൻ പോണല്ലേ ഉള്ളൂ. എനിക്കറിയേണ്ടത് നിന്റെ മനസ്സില്. ഞാൻ പറയണത് അമ്മയൊന്ന് കേക്ക്. എല്ലാവരും എല്ലാം നിശ്ചയിച്ചുറച്ചു. അവന്റെ മനസ്സിലും ഇന്നിപ്പോ അവള് മാത്ര. നാളെ അവനെ വിളിച്ച് അമ്മ പറയോ അവളെ കെട്ടണ്ടെന്ന്? പറയാൻ പറ്റുമോ? അതോടെ ഈ വീടും കുടുംബവും മൂലക്കല്ലിളകി കീഴ്മേൽ മറയണത് കാണണോ അമ്മയ്ക്ക്? അമ്മ പെറ്റ മക്കൾ രണ്ടും ഒരു പെണ്ണിന്റെ പേരിൽ തമ്മിൽ കടിച്ചു കീറിന്ന് അങ്ങാടിയിലുള്ളവർക്ക് പാടാൻ പാട്ടുണ്ടാക്കി കൊടുക്കണോ പടക്കെടുത്തുനിന്ന്? എനിക്കിപ്പോ അങ്ങനെ ഒന്നുമില്ലെന്ന് എന്റെ അച്ഛനെ സത്യമായിട്ട് ഞാൻ പറഞ്ഞ എന്റെ അമ്മ അത് കേട്ട് വിശ്വസിക്കുക. ഇക്കാര്യം ഇന്ന് രാത്രി പറഞ്ഞു തീർന്നു എന്നല്ലാതെ നാളെ ആരെങ്കിലും ഒന്നും മിണ്ടിയെന്ന് കേട്ട പിന്നെ ഈ പപ്പനെ കാണില്ല. ഒരു കുടുംബം ഇത്. കുടുംബത്തെ ഒരുപാട് സ്നേഹിച്ച് ജീവിച്ച് മരിച്ചുപോയ വിശ്വനാഥൻ നായരുടെ കുടുംബം. അമ്മയ്ക്ക് പറയാൻ എന്നോട്, നിക്ക് പറയാൻ എൻ്റെ അമ്മയോട്. അതിനപ്പുറത്തേക്ക് നാളെ ഒരാൾ കാര്യം പറയരുത്.